സാർ, അടുത്ത വർഷം മുതൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും. ആ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപായി തന്നെ ഇപ്പോൾ ഒരു സഖ്യമാറ്റ ചർച്ച കേരളത്തിൽ പുരോഗമിക്കുകയാണ്. കേരള കോൺഗ്രസ് UDFിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ജോസ് കെ മാണി ചില സീറ്റുകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ LDF വിട്ട് UDFിലേക്ക് പോകാത്തതെന്ന തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു, വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ജോസ് കെ മാണി LDF വിട്ട് UDFിലേക്ക് മറുകണ്ഠം ചാടുമോ? എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് നമ്മുടെ ലീഡർ കരുണാകരൻ പറഞ്ഞ ഒരു കാര്യമാണ്. രണ്ടും കൂട്ടിയാൽ എപ്പോഴും 4 ആകണമെന്നില്ല രാഷ്ട്രീയത്തിൽ. അത് ചിലപ്പോൾ 5 3 രാഷ്ട്രീയമാണ്. അതിനകത്ത് ഇങ്ങനെ കളികളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരും. ഇപ്പോൾ ജോസ് കെ മാണിയും കൂട്ടരും LDFിൽ നിൽക്കുന്നു. കഴിഞ്ഞ തവണ നമുക്കറിയാം UDFിലായിരുന്നു. ഏറിയ കാലവും UDFിനോടൊപ്പം കഴിഞ്ഞിട്ടുള്ളവരാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിളരുന്ന ഒരു പാർട്ടിയാണ്. പിളരും തോറും വളർന്നുകൊണ്ടും ഇരിക്കും. അങ്ങനെയാണല്ലോ അവരെക്കുറിച്ച് പറയുന്ന ഒരു ചൊല്ല് തന്നെ. പറഞ്ഞതൊരു ചൊല്ലായി തീരുകയും ചെയ്തു. 2016 ഇവർക്ക് കൃത്യമായി അറിയാമായിരുന്നു അധികാരത്തിൽ വരാൻ പോകുന്നത് LDF ആണെന്ന്, അല്ലേ? പിന്നീട് അത് കഴിഞ്ഞ് ഭരണമില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അതോടുകൂടിയാണ് 2021 ഇവരെ ജോസ് കെ മാണിയും കൂട്ടരും LDFിലേക്ക് ചേക്കേറുന്നത്. ജോസ് കെ മാണി പാലയിൽ നിന്ന് ജയിച്ചോ? പരാജയപ്പെട്ടു. ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയതാണ് ആര്? പിണറായി വിജയൻ തന്നെ മുൻകൈയെടുത്ത് പരാജയപ്പെടുത്തി. LDFിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് പരാജയപ്പെടുത്തി? ജോസ് കെ മാണി വിജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രി പദവി ഒരുപാട് ബാർഗെയിൻ ചെയ്യും. ധനകാര്യം വരെ ചോദിച്ചെന്നിരിക്കുമല്ല, ചോദിക്കും. KM മാണിയുടെ മകനല്ലേ? KM മാണിയല്ലേ ഏറെക്കാലം ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത് UDFിൻ്റെ ഭരണകാലത്ത്. അപ്പോൾ അതൊക്കെ ചോദിക്കുമെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ തോൽപ്പിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ, കേരള രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കൊക്കെ ഇത് പകല് പോലെ തന്നെ സത്യമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. കാരണം ആ സമയത്ത് വിലയിരുത്തൽ വരെ ഉണ്ടായി. LDFിന്റെ വോട്ട് വലിയ രീതിയിൽ ചോർന്ന് മാൻസി കാപ്പിന് പോയതായി വിലയിരുത്തൽ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പല സമയത്തും ജോസ് കെ മാണി വിഭാഗത്തിനോട് ഒരുതരം ചവിട്ടി തേക്കുന്ന സ്വഭാവമാണ് LDFിന് ഉണ്ടായിട്ടുള്ളത്, പിണറായി വിജയൻ കാണിച്ചിട്ടുള്ളത്. നവകേരള സദസ് സമയത്തുമൊക്കെ കോട്ടയത്ത് വെച്ചൊക്കെ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ അതിന് തെളിവാണ്. അപ്പോൾ ഇപ്പോൾ രാജ്യസഭാ സീറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പുറത്തോട്ട് ചാടി വന്നു കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ചിട്ട് പിന്നീട് UDFിലും ഇതുപോലെ രാജ്യസഭാ സീറ്റോ എന്തെങ്കിലുമൊക്കെ ഓഫർ കിട്ടുമെന്നുള്ളതാണ്. ഇടയ്ക്ക് പറഞ്ഞതാണ് ജോസ് കെ മാണിയും കൂട്ടരും BJPയിലേക്ക് പോകുമോ എന്നുള്ളത്. ജോസ് കെ മാണി എന്തായാലും മനസ്സിലാക്കുന്നത് LDFിന്, CPMന് കേരളത്തിൽ ഭാവി ക്ഷയിച്ച് വരികയാണ്. അതുകൊണ്ട് അവിടെ നിന്നാൽ സാധ്യതയില്ല എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കുന്നുണ്ട്. ഉത്തരേന്ത്യ മോഡൽ പയറ്റുന്നതാണോ? കാരണം ഉത്തരേന്ത്യയിൽ അറിയാലോ, ഒരു അധികാരം കിട്ടുന്ന പാർട്ടിക്ക് പിന്നാലെ ആ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ കൂറുമാറ്റം ഉണ്ടാകുമല്ലോ. അതിന് സമാനമായി 2016 LDF വരുമെന്ന ചിന്തയിൽ LDFിലേക്ക് വരുന്നു. 2026 നാം കടക്കുമ്പോൾ അത്തരത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണല്ലേ ഇത്. ജോസ് കെ മാണി അല്ല, കേരള കോൺഗ്രസ് വിഭാഗം കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായി മാറുകയാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളാണല്ലോ. ഇപ്പോൾ കേരള കോൺഗ്രസ് ഉള്ള ആളല്ലേ നമ്മുടെ ഗണേഷ് കുമാർ, അല്ലേ? നമ്മുടെ ബി ബാലകൃഷ്ണപിള്ള. പിന്നീട് ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു. ഇവരെല്ലാം ഒറ്റയാൾ പട്ടാളക്കാരാണ്. അപ്പോൾ ഇവരെല്ലാം ഓരോരോ സ്ഥാനമാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ജോസ് കെ മാണി ഇങ്ങനെ ചാടി നടക്കുമ്പോൾ ഒരു കാലത്ത് കേരളം കരുതിയിട്ടുള്ളത് കേരള കോൺഗ്രസ് എങ്ങോട്ട് മാറുന്നുവോ അവിടേക്ക് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് മുഴുവൻ അങ്ങ് മാറും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആ കാലമൊക്കെ പോയി.
ഇപ്പോൾ ഓരോ തവണയും 5 വർഷം കഴിയുമ്പോൾ അടുത്തത് ഭരണം UDF കിട്ടും എന്ന് കരുതി അങ്ങോട്ടേക്ക് ചാടുമ്പോൾ ഇവർക്ക് എന്താണ് പറ്റുന്നത്? ജനങ്ങളുടെ ഇടയിലുള്ള പിന്നെ വിശ്വാസ്യതയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു 7-8 MLA-മാർ അവർക്കുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ ജനങ്ങൾക്ക് ഇവരിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ആ വിശ്വാസ്യതയെ തന്നെ ഇവർ ചോദ്യം ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ചർച്ച പലതും നടക്കുന്നുണ്ട്. പാലാ സീറ്റും കടുത്തുരുത്തി സീറ്റും വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള നീക്കുപോക്കുകൾ ഈ സമയത്ത് നടക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ 26 ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ചാടാൻ പറ്റുകയുള്ളൂ. ഇപ്പം 25-ൽ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. 21-ലെ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളും ജോസ് കെ മാണി വിഭാഗത്തിലൂടെ നേട്ടമുണ്ടാക്കി LDF. ജോസ് കെ മാണിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു LDF അധികാരത്തിൽ വരും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നോക്ക്, UDF ഈ ജോസ് കെ മാണിയെ കൂട്ടരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനാവുന്ന ശ്രമിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു മാറ്റമുണ്ടെങ്കിൽ എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാൻ ഒരിക്കലും വഴിയില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അത് ഒരു ഭരണമാറ്റം ഉണ്ടാകും. ഭരണമാറ്റം ഇല്ലില്ല, ഒരിക്കലും അതുണ്ടാകത്തില്ല. ഉണ്ടാകാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാകത്തുള്ളൂ. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഉണ്ടാകുമോ എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. കാരണം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനിയും വരാൻ പോകുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ 2029 ഇന്ത്യയിലെ നിയമസഭകളിലും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്താൻ മോദി സർക്കാർ ആലോചനയിലുണ്ട്. അപ്പോൾ 2026 അവസാനിക്കാൻ പോകുന്ന കേരള നിയമസഭയുടെയും തമിഴ്നാട് നിയമസഭയുടെയും മറ്റ് ചില സംസ്ഥാനങ്ങളിലെ നിയമസഭയുടെയും ഭാവി ഏത് തരത്തിലായിരിക്കും? 26-ൽ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വീണ്ടും 29-ൽ ഉടനെ നടത്തണം. ചിലപ്പോൾ 26-ലെ കാലാവധി അവസാനിക്കുന്ന നിയമസഭാ സീറ്റ് നീട്ടിക്കൊടുക്കാൻ പറയാം 29 വരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയന് ലോട്ടറി അടിക്കുക, 3 വർഷം പിന്നെ ഇരിക്കാം. അങ്ങനെ അധികാരത്തിലിരിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ആദ്യത്തെ ഒരാളായി പിണറായി മാറുമെന്നുള്ളതാണ്. അതെ, അതുണ്ടായിരുന്നു. അത് മറ്റൊരു തരത്തിൽ വന്നതാണ്. അത് കോൺഗ്രസിനോടൊപ്പമായിരുന്നു. അപ്പം ഇത് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് എന്തായാലും മോദി സർക്കാർ കൊണ്ടുവന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ 2026-ലെ തെരഞ്ഞെടുപ്പിലായിരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പലതും മാറും. ഇനിയിപ്പോൾ എന്തായാലും ലീഗ് UDF-ൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ്. ഈ ജോസ് കെ മാണിയും കൂട്ടരെയും UDF-ലേക്ക് കൊണ്ടുവരാൻ UDF തന്നെ വളരെ മുൻകൈ എടുക്കും. കാരണം അവർ കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു വിജയം UDF-ന് കൊയ്യാം എന്ന ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഇതിനിടയ്ക്ക് നോക്കണം, ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരുടെ വോട്ട് ചോർച്ചയുണ്ടാകും. ജോസ് കെ മാണി ഇങ്ങനെ ചാടി നടക്കുന്നത് കൊണ്ട് വിശ്വാസ്യത പോകും. അതൊന്ന്. പിന്നെ BJP ക്രൈസ്തവ വിഭാഗത്തിലെ വോട്ട് കുറേ സമാഹരിക്കും. ജോർജ് കുര്യനെ പോലുള്ളവരെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവരികയും അത് ക്രൈസ്തവരുടെ ഇടയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് ക്രൈസ്തവരുടെ വോട്ട് അങ്ങോട്ടേക്കും മാറും. അതുകൊണ്ട് അങ്ങനെ മാറിപ്പോകുന്ന അവസരത്തിൽ ഈ ജോസ് കെ മാണി വിഭാഗത്തെ പൂർണ്ണമായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ UDF എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും എന്നുള്ളതാണ്. കാരണം ക്രൈസ്തവ വിഭാഗം കുറച്ചൊന്ന് അകന്നു ഈ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം കാരണം. അത് മുമ്പേ ഉള്ളതാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് മുതൽ ഈ കോൺഗ്രസ്സുകാരെ ലീഗിനെ പ്രീതിപ്പെടുത്തുന്നതിന് കൈയും കണക്കുമില്ലായിരുന്നു, 5-ാം മന്ത്രിയൊക്കെ വന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ജോസ് കെ മാണിയെയും കൂട്ടരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ക്രൈസ്തവ സമൂഹത്തെ ഒന്നുകൂടെ പ്രീതിപ്പെടുത്തുകയാൽ എന്നിട്ട് വോട്ട് സമാഹരിക്കാനുള്ള ശ്രമവും UDF നടത്തും. ഇല്ലെന്നുണ്ടെങ്കിൽ UDF-നത് ക്ഷീണമുണ്ടാക്കും. അതുകൊണ്ടാവുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാകും. ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയതാണ്. വേണമെന്നുണ്ടെങ്കിൽ വരട്ടെ എന്നൊക്കെയുള്ള മട്ടിലായ ഒരു ധിക്കാര സ്വരമൊക്കെയായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇതിൽ എന്തായാലും മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. 26-ൽ ജോസ് കെ മാണി മറുകണ്ഠം ചാടും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് നടക്കുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പതനം ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് CPM-ന്റെ ചവിട്ടും കുത്തുവേറ്റ് ഇനിയും ജോസ് കെ മാണി വിഭാഗം മുമ്പോട്ട് പോകില്ല.